നമസ്കാരം. ആഗോളതലത്തിൽ ഒരു ഓഹരി വിപണി തകർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പ്. ലോകത്തെ നിരവധി വിദഗ്ധരാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ എന്നായിരിക്കും ഇത് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇനിയും ധാരണയില്ല. ചിലപ്പോൾ സംഭവിക്കാതെയും ഇരിക്കാം. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായതിൻ്റെ ആ ഒരു ചുറ്റുപാടുകളിലേക്ക് ഇപ്പോൾ ആഗോള സാമ്പത്തിക വിപണി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് ഉദാഹരണമായി അവർ പ്രധാനമായും പറയുന്ന കാര്യം അമേരിക്കയുടെ സാമ്പത്തിക നിലയിലുള്ള തകർച്ചയാണ്. അമേരിക്കയിലെ സർക്കാരിന് ഷട്ട് ഡൗൺ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും അവിടെ ഒരു തരത്തിലും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല പ്രഖ്യാപനങ്ങളും നടത്തുകയാണെങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ സർക്കാർ ജീവനക്കാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. പല സ്വകാര്യ മേഖലയിലെ കമ്പനികൾ അല്ലെങ്കിൽ പൊതുമേഖലയിലെ കമ്പനികളൊക്കെ ചെയ്യുന്നത് ജീവനക്കാരെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. ഇങ്ങനെ ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ പിന്നെ അവരുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ തൊഴിലില്ലാത്ത ആളുകൾക്ക് സർക്കാർ തൊഴിലില്ലായ്മ വേതനം നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇതിനായി അപേക്ഷിച്ചവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഒരുപക്ഷെ നാളെ ഒരു ഓഹരി വിപണി തകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുകയാണ്. മധ്യപൂർവ്വ ദേശത്തുമൊക്കെ തന്നെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഗാസയിലെ ഇസ്രായേൽ ഹമാസ് പോരാട്ടമൊക്കെ തന്നെ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചൊന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകത്തെ ഓരോ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ എടുത്ത് നോക്കുമ്പോൾ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ അവിടെ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് വിദഗ്ധർ പറയുന്നത് ഇത് ഒരുപക്ഷെ നാളെ മൊത്തത്തിലുള്ള വിപണിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആളുകളുടെ പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവിനെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നാണ്. ജോലിയില്ലാതെ ആവുന്ന അവസ്ഥ, അതുപോലെ വളരെ സാമ്പത്തികമായ ദുരിതങ്ങളിലേക്ക് എത്തപ്പെടുന്ന ഒരവസ്ഥ, ഇതിലൊക്കെ തന്നെ ആളുകൾ പിന്നെ സംഭവിക്കാൻ പോകുന്നവർ വളരെ പരിമിതമായ തോതിൽ ജീവിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരു കാരണവശാലും സാമ്പത്തികമായി ഇനി അങ്ങോട്ട് ഓഹരി വിപണിക്ക് ഭാവിയിൽ കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പഴയ കണക്കുകൾ പലതും പരിശോധിക്കുമ്പോൾ അത് കൃത്യമല്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരി എത്തുന്നതുവരെ ആഗോള വിപണിയിലേക്ക് തന്നെ എല്ലാവരുടെയും കണക്കുകൾ വളരെ കൃത്യമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതെല്ലാം തന്നെ താളം തെറ്റുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോയ അവസ്ഥ വരെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ലാഭത്തിൽ പോയ സ്ഥാപനങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കോവിഡ് മഹാമാരിക്ക് ശേഷം മൊത്തത്തിലൊരു തകർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. അത്യാവശ്യം പൈസ കയ്യിൽ കൂടെ കരുതിയിരിക്കണം. ഈ ഓഹരി വിപണിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ വളരെ കരുതലോടെ ഇരിക്കണം എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല അമേരിക്കയിലും UK ഒക്കെ തന്നെ ഈ തൊഴിൽ വിപണി ഇപ്പോൾ വളരെ ദുരിതം അനുഭവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് വലിയ തിരിച്ചടികളാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പലരുടെയും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. അപ്പോൾ മൊത്തത്തിലുള്ള ഈ ഒരു സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ ആഗോളതലത്തിൽ തന്നെ ഒരു ഓഹരി വിപണി തകർച്ചയ്ക്കാണ് സാധ്യത കാണുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായി എന്ന് സംഭവിക്കുന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നില്ല എങ്കിൽ പോലും എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് അവർ പറയുന്നത്.